അടുത്തൊരു അനിൽ ബോസ് ഈ കാര്യത്തിൽ ആദ്യമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾക്കൊപ്പം നിന്നതാണ് പ്രതിപക്ഷവും. പ്രത്യേകിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ, ഈ കാർഷിക നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ ഗവർണർ എന്ത് തീരുമാനമെടുത്താലും ശരി അതിനെതിരായിട്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് തന്നെ നിന്നതാണ്. പക്ഷേ പിന്നീട് കാണുന്നത് എന്താണ്? BJP-യേക്കാൾ ശക്തിയായി ഗവർണർക്ക് വേണ്ടി വാദിക്കുന്ന പ്രതിപക്ഷം. ഈ ആരോപണം കേൾക്കേണ്ടി വന്നു നിങ്ങൾക്ക്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോവുകയാണ്, കേരളം വിട്ടു പോവുകയാണ്. അനിൽ ബോസിൻ്റെ മുഖത്തൊരു സങ്കടമുണ്ട്. ഇതുകൊണ്ടാണോ എന്നാണ് ഡോക്ടർ സമ്പത്ത് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലാലെ, നമ്മൾ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണ്ടാന്നോ നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെക്കണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വിഷയത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിറയ്ക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പാളിപ്പോവും. അതിന് തർക്കമൊന്നുമില്ല. ഇവിടെ താങ്കൾ ടൈറ്റിൽ പറഞ്ഞപ്പോഴും ഇപ്പോഴും ഞങ്ങൾ തുടക്കത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങൾ CPM-നൊപ്പം നിന്നു എന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഞങ്ങൾ CPM-നൊപ്പം നിന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ LDF-നൊപ്പം നിന്നോ? അങ്ങനാണോ കർഷക സമരത്തെയും പൗരത്വ നിയമത്തെയും നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? ഇന്ത്യയിലെമ്പാടും നടന്ന ബഹുജന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു പൊതുവിഷയത്തിൽ കേരളത്തിന് പൊതുനിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോൾ സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നത് ഇന്നല്ല, പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസും UDF-ഉം ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, അതല്ലാതെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തി ഒരു രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അത്തരം സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് സ്വീകരിക്കുന്നത് നിങ്ങൾക്കുള്ള രാഷ്ട്രീയ നിലപാടിനുള്ള പിന്തുണയാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. അത് സർക്കാരും പ്രതിപക്ഷവും രണ്ടും സർക്കാരിൻ്റെ ഭാഗമാണല്ലോ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ചേരുന്നതാണ് സഭ, കേരളത്തിൻ്റെ നിയമനിർമ്മാണം നടത്തുന്ന സഭ. അപ്പോൾ ആ സഭയിൽ പൊതു താല്പര്യം മുൻനിർത്തി എടുക്കുന്ന സമീപനങ്ങളെ രാഷ്ട്രീയവൽക്കരണ സ്വഭാവത്തോടുകൂടി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ കേരളത്തിൻ്റെ ഗവർണർ, അതിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും മറ്റാരെങ്കിലും ആയാലും, ഇനി നാളെ വരാൻ പോകുന്ന പിന്നെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയാലും ആരായാലും, ഗവർണർ വരുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ശുപാർശ അനുസരിച്ച് വരുന്ന അപ്പോയിൻമെൻറ്റാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ വരുന്ന ഗവർണർ അതാത് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് മേൽനോട്ടം വയ്ക്കും. ആ കാര്യത്തിലൊന്നും നമുക്കാർക്കും തർക്കമൊന്നുമുള്ള കാര്യമല്ല. പിന്നെ അവരെടുക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. പൗരത്വ നിയമവും കർഷക സമരവും അതുമായി ബന്ധപ്പെട്ട കാർഷിക നയ ഭേദഗതിയും ഒക്കെയായി ബന്ധപ്പെട്ടെടുക്കുന്ന വിഷയങ്ങളെയും സർവകലാശാലകളുമായി ബന്ധപ്പെട്ടെടുത്തുള്ള സമീപനങ്ങളെയും ഒന്നായി കാണാൻ ശ്രമിക്കുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇപ്പം നിങ്ങൾ കേരള ഗവൺമെൻറ് സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിൽ സെനറ്റ് മെമ്പറെ നിയമിക്കുമ്പോൾ, സിൻഡിക്കേറ്റ് മെമ്പറെ നിയമിക്കുമ്പോൾ, വൈസ് ചാൻസലർമാരെയും പ്രോ വൈസ് ചാൻസലർമാരെയും നിയമിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യും. അത് നിങ്ങളുടെ രാഷ്ട്രീയമല്ലേ, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിന് ആഭിമുഖ്യമുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യും. അത് അദ്ദേഹം ഒപ്പിട്ട് തരണം. അത് അദ്ദേഹം ഒപ്പിട്ട് തന്നില്ല. അദ്ദേഹം ചാൻസലർ എന്നുള്ള നിലയിൽ അധികാരം വിനിയോഗിച്ചു. ആ വിനിയോഗിച്ചതിൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. ആ കാര്യം മാത്രമല്ല, ഈ ചാൻസലറുടെ കാര്യത്തിൽ തന്നെ നിയമസഭ പാസാക്കിയ ബില്ലിൽ അദ്ദേഹം എടുത്ത നിലപാട് ഗവർണർ എന്നുള്ള നിലയ്ക്ക് അല്ല, ഞാൻ പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗവർണർ നിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഗവർണറുടെ അധികാരം വിനിയോഗിക്കരുതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ നടന്നിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെയും കേരള ഗവൺമെൻറ് പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലാണ്. അല്ല, നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയപരമായ പോരാട്ടത്തിൻ്റെ നിയമപരമായ സാധുതകൾ വെച്ചിട്ടൊന്നും അല്ല നിങ്ങൾ കലഹിച്ചിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ എന്നൊക്കെ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ടോ, പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ടോ, ആ സമയത്താണ് ഗവർണർ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഗവർണർ ഇടപെട്ടിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ആ സമയത്ത് ലൈം ലൈറ്റിൽ നിന്നിട്ടുള്ള വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കേരള രാഷ്ട്രീയത്തിലെ ചർച്ചയുടെ ഗതി മാറ്റുന്ന സാഹചര്യത്തിലേക്കാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ, ഓരോ കാര്യങ്ങളും എടുത്തു നോക്ക്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന KK രാഗേഷിൻ്റെ കുടുംബത്തിൽപ്പെട്ട നിയമനം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം.
ആ നിയമനമടക്കമുള്ള കാര്യങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എതിരായ പ്രതിഷേധ സ്വഭാവം ഉയർന്നു വരുമ്പോൾ ആ പ്രതിഷേധ സ്വഭാവം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഗവൺമെൻറ് ഉടൻ തന്നെ ഗവർണർക്കെതിരെ ബഹളം ഉണ്ടാക്കുന്നു, ഗവർണർ തിരിച്ച് ബഹളം ഉണ്ടാക്കുന്നു. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് പോകാം. പക്ഷെ ഒരു ഗവർണറുടെ പദവി, ആ പദവിയിൽ എന്തൊക്കെ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചാണല്ലോ നമുക്കൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനം വേണമെങ്കിലും കൊടുത്തോളൂ. പക്ഷേ ഭരണഘടനയ്ക്കപ്പുറമുള്ള തീരുമാനങ്ങൾ ഗവർണർ എടുത്ത് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. പല സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ ഭരണമുണ്ട്, ഉണ്ടായിരുന്നു. ഗവർണർമാർ നിങ്ങളുടെ ആളുകളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പല ഘട്ടങ്ങളിലായി. നേരത്തെ ചൂണ്ടിക്കാട്ടിയ സർക്കാരിയ കമ്മീഷനും പൂഞ്ചി കമ്മീഷനും ഒക്കെ നിങ്ങളുടെ ഗവർണർമാരെ കണ്ടുകൊണ്ടാണ് അതിനകത്ത് തീരുമാനങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വ്യാഖ്യാനം താങ്കൾ നടത്തുന്നത്. അല്ല, നമ്മൾ സത്യസന്ധമായി ഈ വിഷയത്തെ നോക്കിക്കാണണം. എക്കോ വരുന്നുണ്ടേ. എനിക്ക് സുഖമില്ലെന്നറിയാലോ ലാലിന്. വയ്യാതിരിക്കുമ്പോഴും ഞാൻ വന്നതാണ് നിങ്ങൾ നിർബന്ധിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്ത് എനിക്ക് ഒന്നാമത് ബുദ്ധിമുട്ടുണ്ട് ഇരിക്കുന്നതിന് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു ഗവർണർ വന്നാൽ എന്ത് ചെയ്യും, എന്തൊക്കെയാവും, അത് വന്നിട്ടേ നമുക്ക് പറയാൻ കഴിയും. നിലവിലുള്ള ഗവർണറും ഉണ്ടായിരുന്ന ഗവർണറും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവർണർ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും കേരള ഗവർണർ വിയോജിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്? അപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾ പോലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്? അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ്, അതിനെതിരെ പരസ്യ നിലപാടെടുത്തുകൊണ്ടാണ്, പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് കേരള ഗവർണർ മാറിയത്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലായിരുന്നു? നിങ്ങൾക്ക് സന്തോഷത്തിന് വല്ല കുറവുണ്ടായിരുന്നോ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കേരള ഗവർണർ ആക്ഷേപിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അത് ശരിയല്ല, പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കരുത്, അല്ലെ പ്രതിപക്ഷ നേതാവിനെതിരെ എടുത്തിട്ടുള്ള ഗവർണറുടെ നിലപാട് തെറ്റാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? നമ്മൾ ചുമ്മാ നേരം പോക്ക് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? ശരി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയമുണ്ടെന്നേ. ആ രാഷ്ട്രീയം എനിക്കുമുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. സ്വാഭാവികമായി അതിനനുസരിച്ച് ഞാൻ അഭിപ്രായം പറയൂ. നിങ്ങളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ആളാണ്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷം ഇടപെട്ടിട്ടുണ്ട്, പ്രതിപക്ഷം നയം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ പൊതുവായ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം കക്ഷി രാഷ്ട്രീയം മറന്ന് പല വിഷയങ്ങളിലും നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനർത്ഥം ഞങ്ങൾ അത് താങ്കൾ ആദ്യം വിശദീകരിച്ചതാണ്. പക്ഷെ ഞാൻ CPM-ന്റെ ഭാഗമായി എന്നുള്ളതല്ല, ഒരു സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ നിങ്ങൾക്ക് അനുകൂലിക്കേണ്ടി വന്നു. സർക്കാരാണ് പ്രമേയം കൊണ്ടുവരുന്നത്, അല്ല പ്രതിപക്ഷം കൊണ്ടുവരുന്ന പ്രമേയം അല്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ. അങ്ങനല്ല, സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയമൊന്നുമല്ല. അതൊക്കെ അതിന് മുമ്പ് അല്ലല്ല, അങ്ങനെ വ്യാഖ്യാനിച്ച് പോകരുതേ. സർക്കാർ ചുമ്മാ പ്രമേയം കൊണ്ടുവരുമല്ലോ. പ്രതിപക്ഷവുമായി കൃത്യമായ കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷമാണ് പ്രമേയം കൊണ്ടുവരുന്നത് പൊതുവിഷയങ്ങളിൽ. അല്ലെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? ശരി, അക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണ് പ്രമേയം കൊണ്ടുവരുന്നത്. അല്ലാതെ ഏകപക്ഷീയമായിട്ടൊന്നും പൊതുവിഷയത്തിൽ പ്രമേയം കൊണ്ടുവരുന്നില്ല. തമ്മിലൊരു തർക്കം ശരിയല്ല. ഞാൻ വ്യാഖ്യാനം തെറ്റാണ്. അടുത്ത ഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകാം. ഞാൻ വരാം. അല്ലല്ല, ഒരു കാര്യവുമില്ല. വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ടുവരാം. സഭ ഐകകണ്ഠേന പാസ്സാക്കേണ്ട വിഷയമാണെങ്കിൽ പ്രതിപക്ഷവുമായി കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കൂ. അങ്ങനെ ആ പ്രമേയം പാസ്സാവൂ. ശരി, അതിലൊന്നും തർക്കമില്ല. ഏകപക്ഷീയമായിട്ടൊന്നും പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല.